പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ മിന്നൽ പ്രളയഭീതി എന്നാലും തൽക്കാലം ഒഴിഞ്ഞിരിക്കുകയാണ്. റാന്നി അടക്കം കിഴക്കൻ മേഖലയിൽ വെയിൽ വീണെങ്കിലും കാർമേഘം ഒഴിഞ്ഞിട്ടില്ല. എന്നാൽ ആറന്മുള ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. ഇവിടങ്ങളിൽ നിരീക്ഷണത്തിനായി 2 ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനത്തിനായി 14 മീൻപിടുത്ത ബോട്ടുകളും എത്തിയിട്ടുണ്ട്. അതേസമയം ജില്ലയിൽ പ്രളയം ബാധിച്ച പ്രദേശങ്ങൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് സന്ദർശിക്കും. ഉച്ചയ്ക്ക് 12 മണിയോടെ ആറന്മുളയിലെത്തുന്ന മുഖ്യമന്ത്രി റാന്നി ഉൾപ്പെടെയുള്ള മേഖലകളിലും സന്ദർശനം നടത്തും. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, ഈ കഴിഞ്ഞ 3 ദിവസമായി പെയ്ത മഴയിൽ കനത്ത നാശനഷ്ടമാണ് പത്തനംതിട്ടയിൽ റാന്നി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് എന്തായാലും മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു സ്ഥിതി? അശ്വര, കഴിഞ്ഞ 2-3 ദിവസമായി ഉണ്ടായ പ്രളയത്തിൽ ഈ പത്തനംതിട്ട ജില്ലയിൽ കനത്ത നാശനഷ്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ ഈ കിഴക്കൻ മേഖലയിൽ, ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് ഈ വെള്ളം താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരു പ്രളയഭീതി എന്തായാലും അവിടെ ഒഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പടിഞ്ഞാറൻ മേഖലകളിലേക്ക് എത്തുമ്പോൾ അതല്ല സ്ഥിതി. ആറന്മുള ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും വെള്ളം കയറി കിടക്കുകയാണ്. പല വീടുകളും വെള്ളത്തിന് അടിയിൽ തന്നെയാണ്. ഏതാണ്ട് 130ഓളം ക്യാമ്പുകൾ ആറന്മുള മണ്ഡലത്തിൽ തന്നെ തുറന്നിട്ടുണ്ട്. ഇവിടങ്ങളിലെ ഏതാണ്ട് 5940ഓളം പേർ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഇവർക്കൊക്കെ ആവശ്യമായ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും വേണ്ട ഈ ബോട്ടുകൾ ഉൾപ്പെടെ എത്തിച്ച് പല സ്ഥലത്തും ഒറ്റപ്പെട്ടു പോയവർക്കുള്ള സഹായങ്ങളും എത്തിക്കുന്നുണ്ട്. അതിനായിട്ട് കൊല്ലത്ത് നിന്നും 14 ബോട്ടുകളടക്കം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മന്ത്രിമാരടക്കം പത്തനംതിട്ട ജില്ലയിൽ സന്ദർശനം നടത്തിയിരുന്നു. ജില്ലയുടെ ചുമതല വഹിക്കുന്ന PC വിഷ്ണുനാഥ്, അതുപോലെ ഇന്നലെ വന്ന AP അനിൽകുമാർ, അതുപോലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടക്കം ഇന്നലെ ആറന്മുളയിലും റാന്നിയിലും അടക്കം വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി. ഇവിടങ്ങളിലൊക്കെ വ്യാപാരികളടക്കമുള്ളവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. എന്തായാലും ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ആറന്മുളയിലെ ദുരിതബാധിത പ്രദേശങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. മാത്രമല്ല റാന്നിയിലെത്തി അവിടെയും ഇത്തരത്തിൽ നഷ്ടം സംഭവിച്ചവരൊക്കെ അദ്ദേഹം കാണും. എന്തായാലും അവർക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കുകയും അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടാക്കാൻ ഇത് ഉപകരിക്കും. എന്തായാലും ഇവരുടെയൊക്കെ ഒരു സന്ദർശനം വലിയ ആശ്വാസം തന്നെയാണ് ഇവിടങ്ങളുള്ളവർക്ക് ഉണ്ടാകുന്നത്. നമുക്കറിയാം, പല സ്ഥലങ്ങളും ഇപ്പോഴും ഒറ്റപ്പെട്ടു തന്നെയാണ് കിടക്കുന്നത്. ഇവിടെയൊക്കെ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് ഇന്നലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. സർക്കാർ പൂർണ്ണ സജ്ജമാണ്. ഇത്തരത്തിൽ ദുരിതബാധിത പ്രദേശങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് എല്ലാ സഹായങ്ങളും എത്തിക്കുമെന്ന തരത്തിലൊക്കെ അദ്ദേഹം കാര്യങ്ങൾ ഇന്നലെ തന്നെ വിശദീകരിച്ചിരുന്നു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ സന്ദർശനം കൂടിയാകുമ്പോൾ നാളെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഏത് തരത്തിലാണ് അടിയന്തര സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തായാലും ഒരു തീരുമാനമാകും. ഇന്നിപ്പോൾ ഈ റാന്നി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒരു മിന്നൽ പ്രളയത്തിൻ്റെ സാധ്യത എന്തായാലും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഈ ബാക്കിയുള്ള സ്ഥലങ്ങൾ ജില്ലയിലാകെ ചെറിയ രീതിയിൽ മഴ ഇടവിട്ട് പെയ്യുന്നുണ്ടെങ്കിലും വലിയ ഒരു പ്രളയത്തിന് എന്തായാലും സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ആറന്മുള ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് മാത്രമാണ് വലിയ ഒരു പ്രശ്നമായി ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇവിടങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഒക്കെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റ് ബന്ധുവീടുകളിലും അടക്കം ആണ് അവരൊക്കെ ഉള്ളത്. അവിടെ നിന്നൊക്കെ ഇനിയും വെള്ളമിറങ്ങാൻ എന്തായാലും ദിവസങ്ങൾ എടുക്കും. 2-3 ദിവസം എന്തായാലും ഈ ആറന്മുളയുടെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് ഇവിടെ നിന്നും വെള്ളം ഇറങ്ങാൻ എന്തായാലും 2-3 ദിവസം എടുക്കും. ഈ ദിവസങ്ങളിലൊക്കെ ഈ വലിയ ദുരിതത്തിൽ തന്നെയായിരിക്കും ഇവിടെ ഉള്ളവർ ഉണ്ടാവുക. ഇവർക്കൊക്കെ ആവശ്യമായി ഇനിയിപ്പോൾ ഈ വെള്ളം ഇറങ്ങിയാലും വലിയ രീതിയിൽ സഹായങ്ങൾ ഉൾപ്പെടെ ആവശ്യമാണ്. അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ എന്തായാലും ഒരുക്കേണ്ടതുണ്ട്. ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമായ സാധനങ്ങൾ ഉൾപ്പെടെ എത്തിക്കാൻ കോഴഞ്ചേരിയിൽ പ്രത്യേക സെന്ററുകൾ തുറന്നിട്ടുണ്ട്. അവിടേക്ക് എത്തിക്കാം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഐശ്വര്യ.